നിങ്ങളെല്ലാവരെയും ഈ ആരാധനയിലേക്ക് വീണ്ടും സ്വാഗതം ചെയ്യുന്നു. ഈ പ്രത്യേകമായ സാഹചര്യത്തിൽ നിങ്ങളെല്ലാവരുടെയും സ്നേഹത്തിനും സഹകരണത്തിനും ഒരുമിച്ചുള്ള ദൈവിക സ്നേഹത്തോടു കൂടിയുള്ള ഈ യാത്രയിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പ്രാർത്ഥനയിൽ നമുക്ക് മുമ്പോട്ട് പോകാം. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ കൂട്ടായ്മയിൽ പങ്കുചേരുന്ന എല്ലാവരെയും ദൈവം ശക്തീകരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നമുക്ക് ദൈവത്തെ ആരാധിക്കാം. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നമ്മുടെ പിതാവായ ദൈവത്തിങ്കൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിങ്കൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിച്ച് ആനന്ദിക്കാം. ആകയാൽ ദൈവപുത്രനായ യേശുക്രിസ്തു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതനായി നമുക്കുള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാരം മുറുകെ പിടിച്ചുകൊള്ളുക. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. കർത്താവേ, ഞങ്ങളുടെ അധരങ്ങളെ തുറക്കണമേ. എന്നാൽ എൻ്റെ നാവ് നിന്റെ സ്തുതിയെ വർണ്ണിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ, ആദിയെങ്കിലും എപ്പോഴും എന്നേക്കുമുള്ള പ്രകാരം തന്നെ. ആമേൻ. സർവശക്തനായ ദൈവമേ, നിനക്ക് സകല ഹൃദയങ്ങളും തുറന്നിരിക്കുന്നവയും സകല ആഗ്രഹങ്ങളും അറിയപ്പെട്ടവയും നിന്നിൽ നിന്ന് രഹസ്യങ്ങളൊന്നും മറവല്ലാത്തതുമാകുന്നുവല്ലോ. ഞങ്ങൾ നിന്നെ പൂർണ്ണമായി സ്നേഹിപ്പാനും നിന്റെ പരിശുദ്ധാമത്തെ യോഗ്യമായി മഹത്വപ്പെടുത്തുവാനും നിന്റെ പരിശുദ്ധാത്മാവിന്റെ നിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയങ്ങളെ നനവുകളെ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം വെടിപ്പാക്കണമേ. ആമേൻ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു അരുളി ചെയ്തത് ഇസ്രായേലേ കേൾക്ക. നമ്മുടെ ദൈവമായ കർത്താവാകുന്നു. നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കേണ്ടതാകുന്നു. ഇതാകുന്നു ഒന്നാമത്തെ കൽപ്പന. രണ്ടാമത്തെ അതിനോട് സമാധാനം, നിന്റെ കൂട്ടുകാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം. ഇവയിൽ വലുതായി വേറൊരു കൽപ്പനയുമില്ല. ഈ രണ്ട് കൽപ്പനകളിൽ സകലനായ പ്രമാണവും പ്രവാചകന്മാരും അടങ്ങിയിരിക്കുന്നു. കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഈ കൽപ്പനയെ കാപ്പാൻ ഞങ്ങളുടെ ഹൃദയങ്ങളെ വണക്കേണമേ. ആമേൻ. നമുക്ക് പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിലില്ലാതെയായി. നമ്മുടെ പാപങ്ങളായിട്ട് പറയുന്നുവെങ്കിൽ ദൈവം നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല നീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കോണം വിശ്വസ്തനും നീതിമാനുമാകുന്നുവെന്ന് വിശുദ്ധ തിരുവെഴുത്ത് നമ്മെ പഠിപ്പിക്കുന്നു. നമ്മുടെ കുറവുകളും കുറ്റങ്ങളും സർവശക്തിയുള്ള ദൈവത്തോട് നമുക്ക് ഏറ്റുപറയാം.
പാപങ്ങളെ കുറിച്ച് നേരായും താല്പര്യമായും മാനസാന്തരപ്പെട്ട് നമ്മുടെ കൂട്ടുകാരോട് പ്രിയവും സ്നേഹവുമായിരുന്നു ദൈവത്തിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട് മേലാൽ അവന്റെ വിശുദ്ധ വഴികൾ കൂടെ നടന്നുകൊണ്ടും പുതിയ ജീവിതം നയിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്ന നമ്മൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം അവനോട് പുതുതായി നിരപ്പാക്കപ്പെടേണ്ടതിന് സർവശക്തനായ ദൈവത്തോട് താഴ്മയായി നമ്മുടെ പാപങ്ങളെ ഏറ്റുപറവിൻ. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥ പിതാവേ, ഞങ്ങൾ നിനക്ക് ഞങ്ങളുടെ അയൽക്കാർക്ക് വിരോധമായി പാപം ചെയ്തിരിക്കുന്നു എന്ന് ഏറ്റു പറയുന്നു. ഞങ്ങൾ പ്രകാശത്തിലല്ല ഇരുട്ടിലത്രേ നടന്നിരിക്കുന്നത്. ഞങ്ങൾ കർത്താവിന് നാം ഉച്ചരിക്കുന്നെങ്കിലും ഞങ്ങൾ ആ നീതി വിട്ടകന്നിട്ടില്ല. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. യേശുക്രിസ്തു നിമിത്തം ഞങ്ങളുടെ സകല പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാ ഞങ്ങളെ വെടിപ്പാക്കണമേ. ഞങ്ങളുടെ മനോസാക്ഷികളെ ഉണർത്തണമേ. മറ്റുള്ളവരോട് ഹൃദയപൂർവ്വം ക്ഷമിപ്പാൻ തക്ക പ്രാപ്തി ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ജീവന്റെ പുതുക്കത്തിൽ മേലാൽ നിന്നെ സേവിപ്പാൻ ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തു മൂലം ഞങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുന്നു. ആമേൻ. സത്യമായി ക്രിസ്തുവിൽ കൂടെ അങ്ങലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിന്റെ കൃപാമൊഴി കേൾപ്പിൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. തന്റെ ഏകജാതനായ പുത്രൻ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കോണം ലോകത്തെ സ്നേഹിച്ചു. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിന്റെ അടുക്കലുണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവലോകത്തിന്റെ പാപത്തിനും തന്നെ. മനഃപൂർവമായ മാനസാന്തരത്തോടും സത്യവിശ്വാസത്തോടും തങ്ങളിലേക്ക് തിരികെയും തങ്ങളുടെ സഹോദരോട് ക്ഷമിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും പാപമോചനം നൽകുമെന്ന് തന്റെ മഹാകരുണയാൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന സ്വർഗസ്ഥ പിതാവായ സർവശക്തിയുള്ള ദൈവം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മൂലം നമ്മോട് കരുണയുണ്ടായി നമ്മുടെ സകല പാപങ്ങളും ക്ഷമിച്ചവൻ നമ്മെ വിടുവിച്ച് സകലനന്മയിലും ഉറപ്പിച്ച് ബലപ്പെടുത്തി നമ്മെ നിത്യജീവങ്കിലേക്ക് പ്രവേശിപ്പിക്കട്ടെ. ആമേൻ. ദൈവമേ, നിനക്ക് സ്തോത്രം. For today is taken from the book of Joel, chapter 2, verses 28 through 32. Joel, chapter 2, verses 28 through 32. And it shall come to pass afterward that I will pour out my spirit on all flesh. Your sons and your daughters shall prophesy. Your old men shall dream dreams, and your young men shall see visions. Even on the male and female servants in those days I will pour out my spirit. And I will show wonders in the heavens and on earth, blood and fire and columns of smoke. The sun shall be turned to darkness and the moon to blood, before the great and awesome day of the Lord comes. And it shall come to pass that everyone who calls on the name of the Lord shall be saved. For in Mount Zion and in Jerusalem there shall be those who escape, as the Lord has said, and among the survivors shall be those whom the Lord calls. Here ends the lesson. ദൈവമേ, നിനക്കു സ്തോത്രമുണ്ടാകട്ടെ. ഇന്നത്തേക്കുള്ള പ്രത്യേക സങ്കീർത്തനം 42, സാംസ് 42. നമുക്ക് വാക്യപ്രതിവാക്യമായി വായിക്കാം. മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ ദൈവമേ, എന്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാംക്ഷിക്കുന്നു. എന്റെ ആത്മാവ് ദൈവത്തിനായി, ജീവനുള്ള ദൈവത്തിനായി തന്നെ ദാഹിക്കുന്നു. ഞാൻ എപ്പോൾ ദൈവസന്നിധിയിൽ ചെല്ലുവാനിടയാകും. നിന്റെ ദൈവം എവിടെ എന്ന് അവർ എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. ഉത്സവം ആചരിക്കുന്ന പുരുഷാരത്തിന്റെ സന്തോഷവും സ്തോത്രവുമായ സ്വരത്തോടുകൂടെ സമൂഹമധ്യേ ഞാൻ ദേവാലയത്തിലേക്ക് ചെന്നതോർത്ത് എന്റെ ഉള്ളം എന്നിൽ പകരുന്നു. എന്റെ ആത്മാവെ, നീ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവവുമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. എന്റെ ദൈവമേ, എന്റെ ആത്മാവ് എന്നിൽ വിഷാദിച്ചിരിക്കുന്നു.
അതുകൊണ്ട് യോർദാൻ പ്രദേശത്തും ഹെർമോൻ പർവ്വതങ്ങളിലും മിസാർ മലയിലും വെച്ച് ഞാൻ നിന്നെ ഓർക്കുന്നു. നിന്റെ നീർച്ചാട്ടങ്ങളുടെ ഇരച്ചിലാൽ ആഴി ആഴിയെ വിളിക്കുന്നു. നിന്റെ ഓളങ്ങളും തിരമാലകളും എല്ലാം എന്റെ മീതെ കടന്നു പോകുന്നു. യഹോവ പകൽ നേരത്ത് തന്റെ ദയ കൽപ്പിക്കും. രാത്രി സമയത്ത് ഞാൻ അവന് പാട്ട് പാടിക്കൊണ്ടിരിക്കും. എന്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. നീ എന്നെ മറന്നതെന്ത്? ശത്രുവിന്റെ ഉപദ്രവം ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കേണ്ടി വന്നതുമെന്ത് എന്ന് ഞാൻ എന്റെ പാറയായ ദൈവത്തോട് പറയും. നിന്റെ ദൈവം എവിടെയെന്ന് എന്റെ ശത്രുക്കൾ ഇടപെടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എന്റെ അസ്ഥികളെ തകർക്കും വണ്ണം എന്നെ നിന്ദിക്കുന്നു. നമുക്ക് ചേർന്ന് വായിക്കാം. എന്റെ ആത്മാവെ നീ വിഷാദിച്ചുള്ളിൽ ഇറങ്ങുന്നതെന്ത്? ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക. അവൻ എന്റെ മുഖപ്രകാശ രക്ഷയും എന്റെ ദൈവമാകുന്നു എന്നിങ്ങനെ ഞാൻ ഇനിയും അവനെ സ്തുതിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആരെങ്കിലും ഇപ്പോഴും എന്നേക്കും ഉള്ള പ്രകാരം തന്നെ. ആമേൻ. ഇന്നത്തേക്കുള്ള ലേഖന ഭാഗം ഗലാത്യർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 22 മുതൽ 26 വരെയുള്ള വാക്യങ്ങൾ. ഗലേഷ്യൻസ് ചാപ്റ്റർ 5 വേഴ്സസ് 22-26. ആത്മാവിന്റെ ഫലമോ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം. ഈ വകയ്ക്ക് വിരോധമായി ഒരു ന്യായപ്രമാണവുമില്ല. ക്രിസ്തുയേശുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടും കൂടെ ക്രൂശിച്ചിരിക്കുന്നു. ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ചു നടക്കുകയും ചെയ്യുക. നാം അന്യോന്യം പോരിനു വിളിച്ചും അന്യോന്യം അസൂയപ്പെട്ടും കൊണ്ട് വൃഥാഭിമാനികൾ ആകരുത്. ഇവിടെ ലേഖനഭാഗം അവസാനിക്കുന്നു. ദൈവമേ നീനക്കു സ്തോത്രമുണ്ടാകട്ടെ. Matthew chapter 5 verse 3 to 11. Happy are those who know they are spiritually poor, the kingdom of heaven belongs to them. Happy are those who mourn, God will comfort them. Happy are those who are humble, they will receive what God has promised. Happy are those whose greatest desire is to do what God requires. God will satisfy them fully. Happy are those who are merciful to others. God will be merciful to them. Happy are those who are pure in heart. They will see God. Happy are those who work for peace. God will call them His children. Happy are those who are persecuted because they do what God requires. The kingdom of heaven belongs to them. Happy are those when people insult you and persecute you and tell you all sorts of evil lies because you are my follower. The Song of Zechariah. Luke chapter 1 verses 68 to 79. Praise be to the Lord, the God of Israel, because He has come to His people and redeemed them. He has raised up a horn of salvation for us in the house of His servant David. As He said through His holy prophets of long ago, salvation from our enemies and from the hand of all who hate us, to show mercy to our ancestors and to remember His holy covenant, the oath He swore to our father Abraham, to rescue us from the hand of our enemies and to enable us to serve Him without fear, in holiness and righteousness before Him all our days. And you, my child, will be called a prophet of the Most High, for you will go on before the Lord to prepare the way for Him, to give His people the knowledge of salvation through the forgiveness of their sins, because of the tender mercy of our God, by which the rising sun will come to us from heaven, to shine on those living in darkness and in the shadow of death, to guide our feet into the path of peace. ദൈവവചന ശുശ്രൂഷ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 25 മുതൽ
31 വരെ എഴുതിയിരിക്കുന്ന ദൈവത്തിന്റെ വചനം ശ്രദ്ധിക്കുക. യോഹന്നാൻ 14 അധ്യായം 25 മുതൽ. ഞാൻ നിങ്ങളോടുകൂടെ വസിക്കുമ്പോൾ ഇത് നിങ്ങളോട് സംസാരിച്ചിരിക്കുന്നു. എങ്കിലും പിതാവ് എന്റെ നാമത്തിൽ അയപ്പാനുള്ള പരിശുദ്ധാത്മാവെന്ന കാര്യസ്ഥൻ നിങ്ങൾക്ക് സകലതും ഉപദേശിച്ചു തരികയും ഞാൻ നിങ്ങളോട് പറഞ്ഞതൊക്കെയും നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയും ചെയ്യും. സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, ഭ്രമിക്കുകയും അരുത്. ഞാൻ പോവുകയും നിങ്ങളുടെ അടുക്കൽ മടങ്ങി വരികയും ചെയ്യുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത് കേട്ടുവല്ലോ. നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നു എങ്കിൽ ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതിനാൽ നിങ്ങൾ സന്തോഷിക്കുമായിരുന്നു. പിതാവിനേക്കാൾ വലിയവനല്ലോ. അത് സംഭവിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് ഞാനിപ്പോൾ അത് സംഭവിക്കും മുമ്പേ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ഞാൻ ഇനി നിങ്ങളോട് വളരെ സംസാരിക്കുകയില്ല. ലോകത്തിന്റെ പ്രഭു വരുന്നു, അവൻ എന്നോട് ഒരു കാര്യവുമില്ല. എങ്കിലും ഞാൻ പിതാവിനെ സ്നേഹിക്കുന്നു എന്നും പിതാവിനോട് കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്യുന്നു എന്നും ലോകം അറിയട്ടെ. എഴുന്നേൽപ്പിൻ, നാം പോകാ. ഇങ്ങനെ പാഠം കഴിയുന്നു. ക്രിസ്തുവേ നിനക്ക് സ്തുതിയുണ്ടായിരിക്കട്ടെ. ഇന്നേക്കുള്ള പ്രത്യേക പ്രാർത്ഥനകൾ, ബർത്ത്ഡേസ് ആൻഡ് വെഡിങ് ആനിവേഴ്സറീസ്. നമുക്ക് പ്രാർത്ഥിക്കാം. ജീവനാധാരമായ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങൾ പ്രാപിച്ചിരിക്കുന്ന ജീവൻ അവിടുത്തെ ദാനമാണ്. അതിന്റെ നിലനിൽപ്പും അവിടുത്തെ കൃപയാണ്. അങ്ങ് നൽകിയില്ലെങ്കിൽ ഒന്നുമില്ല. എത്രയോ ജീവിതങ്ങൾ ഈ ലോകം വിട്ട് അവസാനിച്ചു. കർത്താവേ, ഞങ്ങൾക്ക് നൽകിയ ഈ ആയുസിനെ ഞങ്ങൾ സ്തോത്രത്തോടുകൂടി സ്വീകരിക്കുന്നു. പുതിയ വർഷത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ആഷിനി KJ, ജോസ് വിനോമലിൽ, വിജയ് ഫിലിപ്പ്, രാജമ്മ ഫിലിപ്പ് എന്നീ പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരത്തിലേക്ക് തരുന്നു. ദീർഘായുസ് കൊണ്ട് നിറയ്ക്കണമേ. സംഘർഷം നിറഞ്ഞ പ്രത്യേകിച്ച് ഈ ക്വാറന്റൈൻ കാലഘട്ടത്തിൽ കർത്താവേ, അവിടുത്തെ കരത്തിൽ, അവിടുത്തെ അനുഗ്രഹത്തിൽ, അവിടുത്തെ സൗഖ്യത്തിൽ അവിടുത്തെ മക്കളെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ കുടുംബ ജീവിതത്തിൽ പ്രവേശിച്ച് ഒരു വർഷം ദൈവം നീട്ടി നൽകി അനുഗ്രഹത്തിൽ പ്രവേശിച്ചിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഓർക്കട്ടെ. ഞങ്ങളുടെ പ്രിയപ്പെട്ട ചന്ദ്രമോഹൻ, ഗീത, ജിനു എബ്രഹാം, ആനി ബെന്നി, സുരേഷ് ലൂക്കോസ്, ഷെറിൻ ആൽഫ്രഡ് എന്നീ പ്രിയപ്പെട്ടവരെ കുടുംബത്തെ ദൈവത്തിന്റെ കരത്തിലേക്ക് തരുന്നു. സർവശക്തിയുള്ള ദൈവത്തിന്റെ അൻപിൻ കരം അവിടുത്തെ മക്കളോട് ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേക പ്രാർത്ഥനകൾ ആവശ്യമുള്ള എല്ലാവരെയും ദൈവത്തിന്റെ കരത്തിലേക്ക് തരുന്നു. നിമ്മി ആന്റിയെയും ഗ്രേസ് ആന്റിയെയും, കർത്താവേ, സുനിൽ യേശുദാസിന്റെ ഫാദറിലോയും ആൽഫ്രഡിന്റെ ഫാദറിലോയും ഇതുപോലെ ക്ഷീണത്തിലും രോഗത്തിലും ഇരിക്കുന്ന പ്രിയപ്പെട്ടവരെയും പ്രായം ചെന്നവരെയും എല്ലാ കുടുംബങ്ങളെയും ദൈവത്തിന്റെ കരത്തിലേക്ക് തരുന്നു. അവിടുത്തെ ആശ്വാസവും കൃപയും എല്ലാവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ അവസരത്തിൽ അവരെ തൊട്ട് പ്രാർത്ഥിക്കുവാൻ കഴിയുന്നില്ല എങ്കിലും കർത്താവേ, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരെ തൊടുമെന്നുള്ള പ്രതീക്ഷയിൽ അവർക്ക് വേണ്ടി വിശ്വാസത്തോടുകൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് കുടുംബങ്ങളെ ശക്തീകരിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യണമേ. യേശുവിന്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.
പ്രാർത്ഥിക്കാം. സകല അനുഗ്രഹങ്ങളുടെയും ഉറവിടമായ ഞങ്ങളുടെ കർത്താവേ, സഭയെ സമ്പന്നമാക്കിയതും ശക്തീകരിച്ചതും ഇന്നും നിലനിൽക്കുന്നതുമായ പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്തെക്കുറിച്ച് അറിയുവാനും മനസ്സിലാക്കുവാനും ഗ്രഹിക്കുവാനും ആത്മീയ നിറവ് പ്രാപിപ്പാനും ഇന്നത്തെ ദൈവവചന ചിന്ത ഞങ്ങൾക്ക് അനുഗ്രഹമായിരിക്കണമേ. ആരെല്ലാം ഈ ദൈവത്തിൻ്റെ വചനം ശ്രവിക്കുന്നുവോ കർത്താവെ, അവരെല്ലാവരും അനുഗ്രഹിക്കപ്പെടുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം, പ്രോമിസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. സഭയെ ആത്മീയമായി സമ്പന്നമാക്കിയതും യേശുവിൻ്റെ സാന്നിധ്യം സജീവമാക്കിയതും സഭയെ വളർത്തിയതുമായ ഒരനുഭവമാണ് പരിശുദ്ധാത്മാവിൻ്റെ സഭയിലെ വരവ്. തൃത്വത്തിലെ ഒരു ആളത്വമാണല്ലോ പരിശുദ്ധാത്മാവ്. എന്നാൽ ഓരോരുത്തൻ താൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങളിൽ ഈ അനുഭവത്തെ വ്യാഖ്യാനിച്ചപ്പോൾ ചിന്താഗതികളിൽ സംശയവും കൂട്ടായ്മയിൽ വിഘടനവും വാദപ്രതിവാദങ്ങളും വിശ്വാസപരമായ തമ്മിലടിയും ഇന്നും തുടർന്നുകൊണ്ടിരിക്കുന്നു. കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് ഉദ്ധരിക്കുന്നത് പോലെ അംശമായ അറിവുകളുള്ള നമുക്ക് പൂർണ്ണമായത് വരുമ്പോൾ അംശമായി ഗ്രഹിച്ചിരിക്കുന്ന സംശയങ്ങൾ മാറിപ്പോകുമെന്ന് ആശിക്കാം. സഭയുടെ വ്യത്യസ്ത ചിന്തകളെയോ ഒരു സഭയെ പുകഴ്ത്തിയോ മറ്റൊന്നിനെ ഇകഴ്ത്തിയോ പരാമർശിക്കുവാൻ ഞാൻ പ്രാപ്തനല്ല. വെളിപ്പാട് പുസ്തകത്തിൽ നാം അറിയുന്നത് പോലെ സമ്പൂർണമെന്ന് പറവാൻ ഒരു സഭയും ഇല്ലല്ലോ. കാലാകാലങ്ങളിൽ ദൈവം സഭയെ തിരുത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ ക്വാറന്റൈൻ അനുഭവവും സഭയെയും വിശ്വാസിയെയും സംബന്ധിച്ചിടത്തോളം ഒരു തിരുത്തലിൻ്റെ കാലഘട്ടമാണ്. എന്നാൽ സഭയെ സംബന്ധിച്ചിടത്തോളം ഹോളി സ്പിരിറ്റ് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. ഈ പദത്തിൻ്റെ ഉൽപ്പത്തിയും അർത്ഥവും പഠിക്കുമ്പോൾ തന്നെ ഈ ദൈവിക ആളത്വത്തിൻ്റെ പൊരുളും പ്രാധാന്യവും അറിയുവാൻ സാധിക്കും. പരിശുദ്ധാത്മാവിനെ കുറിച്ച് സാധാരണയായി യോഹന്നാൻ ഉപയോഗിക്കുന്ന പദം പാരാക്ലേറ്റസ് എന്നാണ്. ഇതിൻ്റെ മലയാള അർത്ഥം പാര എന്ന് പറഞ്ഞാൽ വശവും, ക്ലേറ്റോസ് എന്നാൽ വിളിക്കപ്പെട്ടവനും എന്നുമാണ്. രണ്ട് പദങ്ങൾ ഒരുമിച്ച് ചേർന്നാൽ അരികിലേക്ക് വിളിക്കപ്പെട്ടവൻ എന്ന അർത്ഥം കിട്ടുന്നു. പ്രസ്തുത ഗ്രീക്ക് പദം ഇംഗ്ലീഷിലേക്ക് തർജ്ജിമ ചെയ്തപ്പോൾ അഡ്വക്കേറ്റ്, കൗൺസിലർ, ഗൈഡ്, ഹെൽപ്പർ, കംഫർട്ടർ തുടങ്ങിയ അർത്ഥങ്ങളാണ് നൽകിയത്. അതായത് വാദിക്കുന്നവൻ, ഉപദേശിക്കുന്നവൻ, വഴികാട്ടുന്നവൻ, സഹായിക്കുന്നവൻ, ആശ്വസിപ്പിക്കുന്നവൻ എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം. ഇതിൻ്റെ എബ്രായ പദം റൂ അഹ്, ഇതിൻ്റെ അർത്ഥം കാറ്റ് എന്നാണ്. ദൈവത്തിൻ്റെ ജീവപ്രദായകമായ ശ്വാസം. ഈ അർത്ഥത്തിൽ തന്നെയാണ് യോഹന്നാൻ 3:8 നിക്കോദിമോസുമായിട്ട് സംവാദിക്കുമ്പോൾ കാറ്റ് ഇഷ്ടമുള്ളിടത്ത് വീശുന്നു എന്ന് പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നത്. ഇതേ അർത്ഥത്തിൽ യെഹെസ്കേൽ 37:9 പരിശുദ്ധാത്മാവിനെ കാറ്റെന്ന് വിശേഷിപ്പിക്കുന്നു.
റൂ ആഹിന് പകരം പൗലുസിന്റെ എഴുത്തുകളിൽ ന്യൂമ എന്ന ഗ്രീക്ക് പദം രേഖപ്പെടുത്തുന്നു. ദൈവാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവൻ എന്നതിന് ന്യൂമാറ്റിക്കോസ് എന്നാണ് പറയുന്നത്. ജഡത്തിന് സാരക്കി എന്ന പദം ഉപയോഗിച്ചു. ഇതിൽ നിന്നാണ് സാറഖോയി എന്ന ഗ്രീക്ക് പദം ഉണ്ടായത്, അതായത് ജഡത്താൽ നിയന്ത്രിക്കപ്പെടുന്നവൻ. പൗലൂസിന്റെ ലേഖനത്തിൽ മാറി മാറി പറയുന്ന ആത്മീയനും ജഡീകനും ഈ മൂലപദങ്ങളിൽ നിന്നാണ് രൂപപ്പെട്ടത്. പരിശുദ്ധാത്മാവിന് രൂപമില്ലാത്തതിനാൽ ജഡീക മനുഷ്യന് അതറിയാൻ സാധിക്കുന്നില്ല. അവൻ ആത്മാവിന്റെ നിറവില്ലാത്തതിനാൽ ആത്മാവ് കൊണ്ടും ഈ പരിശുദ്ധാത്മാവ് അനുഭവത്തെ തിരിച്ചറിയുവാൻ കഴിയുന്നില്ല. പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്ന ചില ചിഹ്നങ്ങൾ, സിംബൽസ് വേദപുസ്തകത്തിലുണ്ട്. വാട്ടർ, ബ്രത്ത്, വിൻഡ്, ഓയിൽ, റെയിൻ, ഡ്യൂ, ഫയർ, ഡവ്, സീൽ, വോയിസ്, ലൈറ്റ്, അതായത് ജലം, ശ്വാസം, കാറ്റ്, എണ്ണ, മഴ, മഞ്ഞ്, തീയ്, പ്രാവ്, മുദ്ര, മുഴക്കം, പ്രകാശം തുടങ്ങിയവ പരിശുദ്ധാത്മാവിനെ സൂചിപ്പിക്കുന്ന പദങ്ങളാണ്. പരിശുദ്ധാത്മാവ് രൂപരഹിതനാണെങ്കിലും ഇതിന്റെ ശക്തി പ്രഭാവം ചലനങ്ങളിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയുന്നു. ഈ അനുഭവത്തെ ഗ്രീക്കിൽ തെയോറയോ എന്ന് പറയുന്നു. 1 കൊരിന്ത്യർ 2:14, യോഹന്നാൻ 2:23. എന്നാൽ ഇതിന്റെ പരിഭാഷകളിൽ ഈ അർത്ഥം വ്യക്തമായി അറിയുവാൻ കഴിയുന്നില്ല. പരിശുദ്ധാത്മാവിന്റെ ഉറവിടം എവിടെ നിന്നോ? പിതാവിൽ നിന്നോ പുത്രനിൽ നിന്നോ അതോ രണ്ടുപേരിലും നിന്നോ ആണോ എന്നുള്ളത് നാം അറിയണം. ഈ 3 വ്യക്തികളും, പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, ഇവർ ഒറ്റയ്ക്ക് പ്രവർത്തിക്കാതെ ഒറ്റക്കെട്ടായി ഐക്യത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. പഴയ നിയമ പാഠത്തിൽ യോവേൽ പറയുന്നു, സകല ജഡത്തിന്മേലും ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, വൃദ്ധന്മാർ ദർശനങ്ങൾ കാണും, നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങൾ ദർശിക്കും. നിങ്ങളുടെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ആ നാളുകളിൽ ഞാൻ എൻ്റെ ആത്മാവിനെ പകരും. ഈ ആത്മപകർച്ച സഭയിൽ വന്നപ്പോൾ ജനങ്ങൾക്കുണ്ടായ സംശയത്തെ പരിഹരിക്കുവാനായി പത്രോസ് ഇതേ വചനം തന്നെ പ്രഖ്യാപിച്ച് അവരുടെ സംശയത്തെ ദൂരീകരിക്കുന്നതിനായി ശ്രമിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം 17-ഉം 18-ഉം വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇത് നമുക്ക് മനസ്സിലാക്കാനായി കഴിയും. എസ്കേൽ 18:31 നിങ്ങൾക്ക് പുതിയ ഒരു ഹൃദയത്തെയും പുതിയ ഒരു ആത്മാവിനെയും സമ്പാദിച്ചു കൊള്ളുവിൻ. എസ്കേൽ 36:26 പറയുന്നു, ഞാൻ യഹോവ പുതിയ ഒരു ആത്മാവിനെ നിങ്ങളുടെ ഉള്ളിലാക്കും, കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസളമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും. പഴയ നിയമത്തിൽ ആത്മാവിന്റെ ഉറവിടം പിതാവാണെന്ന് ചിന്തിക്കുന്നത് പോലെ തന്നെ പുതിയ നിയമത്തിലും അത്തരത്തിലുള്ള ഉദ്ധരണികൾ കാണുന്നു. യേശു പറയുന്നു, ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ, അതായത് പിതാവ്, സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളോടുകൂടെ ഇരിക്കേണ്ടതിന് തരും. യോഹന്നാൻ 14:16. ഇതേ തരത്തിലുള്ള ചിന്തകൾ തന്നെ 14:26-ലും 15:26-ലും യോഹന്നാൻ പങ്കുവെക്കുന്നു. 1 യോഹന്നാൻ 2:1 യേശു കാര്യസ്ഥനാണെന്ന് രേഖപ്പെടുത്തുന്നു. മേലുദ്ധരിച്ച രേഖകളെല്ലാം പരിശുദ്ധാത്മാവിന്റെ ദാനം പിതാവിൽ നിന്നാണെന്നുള്ള ധ്വനി നമുക്ക് നൽകുന്നു. എന്നാൽ യേശുവും അതേ അധികാരമുണ്ടെന്ന വ്യക്തത വേദപുസ്തകത്തിലുണ്ട്. ഉദാഹരണമായി യെശായാവ് മശിഹായെ കുറിച്ച് പറയുന്ന പ്രവചനത്തിൽ വണ്ടർഫുൾ കൗൺസിലർ,
9:6. മശിഹയുടെ ഗുണങ്ങളെ വിവരിക്കുന്ന സ്ഥലത്ത് യെശയ്യാവ് 11:2 അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും. 42-ാം അധ്യായത്തിലെ ദാസഗീതത്തിൽ രേഖപ്പെടുത്തുന്ന അനുസരിച്ച് ഞാൻ എൻ്റെ ആത്മാവിനെ അവന്റെ മേൽ വച്ചിരിക്കുന്നു എന്ന് പ്രസ്താവിക്കുന്നു. അപ്പോൾ ഈ പ്രസ്താവന യേശുവിൽ നിന്നും പരിശുദ്ധാത്മാവ് പുറപ്പെടും എന്നും നമുക്ക് ചിന്തിക്കാം. യോഹന്നാൻ 1:33 സ്നാപയോഹന്നാൻ പറയുന്നത്, വെള്ളത്തിൽ സ്നാനം കഴിപ്പാൻ എന്നെ അയച്ചവൻ, അതായത് യഹോവ, എന്നോട് ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നതും വസിക്കുന്നതും നീ കാണുന്നുവോ? അവൻ പരിശുദ്ധാത്മാവിനാൽ സ്നാനം കഴിപ്പിക്കുന്നവനാകുന്നു എന്ന് പറഞ്ഞു. ലൂക്കോസും ഇതിനെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. ലൂക്കോസ് 3:16. ലൂക്കോസ് 24:49 എന്റെ പിതാവ് വാഗ്ദത്തം ചെയ്തതിനെ ഞാൻ നിങ്ങളുടെ മേൽ അയക്കും എന്ന് യേശു പ്രസ്താവിക്കുന്നു. യേശു തന്റെ പ്രസംഗത്തിൽ പറഞ്ഞു, എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിന്റെ നദികൾ ഒഴുകും. യോഹന്നാൻ 7:37 മുതൽ 39 വരെ. ഇതുപോലെ സ്വപുത്രന്റെ ആത്മാവ് ഗലാത്യ 4:6, യേശുക്രിസ്തുവിന്റെ ആത്മാവ് ഫിലിപ്പിയർ 1:9, റോമർ 8:9, അപ്പോസ്തല പ്രവൃത്തികളിൽ യേശുവിന്റെ ആത്മാവ് അപ്പോസ്തല പ്രവൃത്തി 14:7, സദ്ദീസിലെ സഭയുടെ ദൂതൻ എഴുതുക, ദൈവത്തിന്റെ 7 ആത്മാവും 7 നക്ഷത്രവും ഉള്ളവൻ അരുളി ചെയ്യുന്നു. വെളിപ്പാട് 3:1. ഉയർത്ത ക്രിസ്തു ശിഷ്യന്മാരുടെ മധ്യത്തിൽ വന്ന് അവരുടെ മേൽ ഊതി പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുന്നെന്ന് പറയുന്നതും യേശുവും പരിശുദ്ധാത്മാവിന്റെ ഉറവിടമാണെന്നുള്ള വചനത്തിന്റെ അടിസ്ഥാനമാണ്. അങ്ങനെയാണെങ്കിൽ വെളിപ്പാട് 22-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലെ വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുദ്ധമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു എന്നതനുസരിച്ച് പരിശുദ്ധാത്മാവ് 2 പേരിൽ നിന്നും, അതായത് പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരാളത്വമാണെന്ന് നമുക്ക് സംശയം കൂടാതെ മനസ്സിലാക്കാം. അക്കാരണത്താലാണ് നിത്യവിശ്വാസ പ്രമാണത്തിൽ നാം പതിവായി ഉപയോഗിക്കുന്നതാണല്ലോ പറഞ്ഞിരിക്കുന്ന പ്രസ്താവന ശ്രദ്ധേയമാണ്. കർത്താവും ജീവിക്കുന്നവനും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനും കൂടെ വന്ദിക്കപ്പെടുന്നവനായ പരിശുദ്ധാത്മാവെന്ന് വ്യാഖ്യാനിക്കുന്നു. I believe in the Holy Spirit, the giver of life, who proceedeth from the Father, and the Son together is worshipped and glorified. മേലുദ്ധരിച്ച ചിന്തകളുടെ അടിസ്ഥാനത്തിൽ ബിഷപ്പ് ഷീൻ അദ്ദേഹം പറയുന്നത്, പിതാവും പുത്രനും തമ്മിലുള്ള ബന്ധം ഹോളി ബ്രത്ത്, പരിശുദ്ധ കാറ്റ്, പിതാവ് പുത്രനിലും പുത്രൻ പിതാവിലും ഒരുമിച്ച് വസിക്കുന്ന ഒരവസ്ഥ. ഈ ഹോളി ബ്രിത്താണ് നമ്മിൽ പകരുന്ന പരിശുദ്ധാത്മാവ്. അത് പിതാവിൻ്റെയും പുത്രൻ്റെയും ഒരുമിച്ചുള്ള ഒരു ദാനമാണ്, സഭയിലുള്ള ഒരു പകർച്ചയാണ് എന്ന് നാം ഗ്രഹിക്കേണ്ടത് ആവശ്യമാണ്. ഇനി ഈ പരിശുദ്ധാത്മാവ് എന്തിന്? അത് പ്രാപിക്കേണ്ട കാര്യമുണ്ടോ? അതിൻ്റെ ആവശ്യമുണ്ടോ? വൈ ഹോളി സ്പിരിറ്റ് ഈസ് നെസസറി ഇൻ അവർ ലൈഫ്. നമ്മൾ ചില ആളുകൾ ചിന്തിക്കുന്നത് പോലെ ഒരു മാനസികമായ സംതൃപ്തിക്കും ആത്മീയ ഉല്ലാസത്തിനും വേണ്ടി മാത്രമാണോ പരിശുദ്ധാത്മാവ്? ദൈവത്തിന്റെ ഒരാളത്വമായ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കുന്നത് നമ്മുടെ ചിന്തകൾക്കും ധാരണകൾക്കും അപ്പുറമായാണല്ലോ. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് എല്ലാവർക്കും ആവശ്യമാണ്. അതിന് വിവിധ തലങ്ങളും അനുഭവങ്ങളും ഉണ്ട്. ഈ അനുഭവത്തിന്റെ ശരിതെറ്റുകളെ കുറിച്ച് ഞാനിവിടെ ഇപ്പോൾ വിമർശിക്കുന്നത് ഒട്ടും ഉചിതമല്ല. പരിശുദ്ധാത്മാവ് സ്വഭാവ രൂപീകരണത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് ഇന്നത്തെ ലേഖന പാഠത്തിൽ നിന്ന് നാം കേട്ടു കഴിഞ്ഞു. ഗലാത്യ ലേഖനം 5-ാം അധ്യായം 22-23 വാക്യങ്ങൾ പഠിക്കുമ്പോൾ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത,
ഇന്ദ്രിയജയം, ഈ ഗുണങ്ങൾ പ്രാപിപ്പാൻ പരിശുദ്ധാത്മാവ് ആവശ്യമാണ്. നമ്മുടെ ജ്ഞാനത്തിനും വിവേകത്തിനും ആലോചനയ്ക്കും ബലത്തിനും പരിജ്ഞാനത്തിനും അത്യാവശ്യമായതാണ് പരിശുദ്ധാത്മാവ്. യെശയ്യാവ് നമ്മെ പഠിപ്പിക്കുന്നു 11:2-3, 1 കൊരിന്ത്യർ 10:12. സങ്കീർണമായ പ്രശ്നങ്ങളെ നേരിടുവാൻ പ്രചോദനം നൽകുന്നതാണ് പരിശുദ്ധാത്മാവ്. നെഹെമ്യാവ് തന്റെ സാക്ഷ്യത്തിലൂടെ അതിന്റെ 9-ാം അധ്യായം 19-ാം വാക്യത്തിൽ ഈ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറയുന്നുണ്ട്. അന്യായമായി വിധിക്കുന്ന അധികാരികളോട് ശരിയായി പ്രതികരിക്കുവാൻ കഴിവ് തരുന്നതാണ് പരിശുദ്ധാത്മാവ്. മത്തായി 10:19-20 വാക്യങ്ങളിൽ നാം വായിക്കുന്നു. നല്ല സാങ്കേതിക വിദ്യ, ആർക്കിടെക്ചറൽ സ്കിൽ സ്വായത്തമാക്കുവാൻ പരിശുദ്ധാത്മാവ് ആവശ്യമാണ്. ഉദാഹരണമായി ബെസലേലിനെ യഹോവയായ ദൈവം ദിവ്യാത്മാവാൽ നിറച്ചുവെന്ന് പുറപ്പാട് പുസ്തകം 31-ാം അധ്യായം 3-5 വാക്യങ്ങൾ വായിക്കുന്നു. പുത്രന്റെ ദിവ്യത്വം നമുക്ക് ശരിക്ക് മനസ്സിലാക്കണമെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രവർത്തിക്കണം. യോഹന്നാൻ 15:5 ആ വേദഭാഗം ആ ചിന്തയെ നമ്മെ ശക്തിപ്പെടുത്തുന്നു. 15:16 വാക്യത്തിൽ ശലോമന് വിവേചന ബുദ്ധി ഉണ്ടാകുവാൻ ഈ പരിശുദ്ധാത്മാവ് ആവശ്യമായിരുന്നു. ഡിസേണിംഗ് പവർ. ഇത്രയധികം ഗുണങ്ങൾ, ഞാൻ ഈ പറഞ്ഞതിലപ്പുറമായ ഗുണങ്ങൾ പരിശുദ്ധാത്മാവിൽ നിന്നുള്ളപ്പോൾ അതിനെ വികാരങ്ങളിലും ശബ്ദ കോലാഹലങ്ങളും ഒതുക്കി ആത്മീയ നിർവൃത്തി കണ്ടെത്തുകയും ഇതാണ് ശരിയെന്ന് പ്രഖ്യാപിക്കുകയും ആത്മാവിന്റെ ഫലങ്ങൾ ഇല്ലാതിരിക്കുകയും ചെയ്യുന്നത് നന്നല്ല എന്നുകൂടെ നാം ഓർത്തിരിക്കുക. ഒരു കാര്യം നാം ഓർക്കണം, പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആളത്വമാണ്. നമുക്ക് ഏത് രീതിയിൽ അത് വേണമെന്ന് ദൈവം തീരുമാനിക്കുന്നുവോ ആ അളവിൽ അത് പകർന്നു കൊടുക്കുന്നു. നമ്മുടെ രീതിയിലും നമ്മുടെ ഇഷ്ടത്തിനും അനുസരിച്ച് അതിനെ ദാസ്യപ്പെടുത്തുന്നത് ഒട്ടും ശരിയല്ല. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന പരിശുദ്ധാത്മാവിനെ എങ്ങനെ പ്രാപിപ്പാൻ കഴിയും? അനേകം ഉദാഹരണങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അതിൽ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ കൂടെ പങ്കുവയ്ക്കാനായി ഞാൻ ഇത്തരണത്തിൽ ശ്രമിക്കുന്നു. അത് എങ്ങനെ നമുക്ക് പ്രാപിക്കാനായിട്ട് കഴിയും? നാം മനസ്സിലാക്കേണ്ട ഒരു പ്രധാന വസ്തുത എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ദാനമാണ്. പഴയ നിയമകാലത്ത് ദൈവിക പദ്ധതി അനുസരിച്ച് ദൈവം തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളിൽ ആത്മാവ് വരികയും ആത്മാവിന്റെ പ്രവൃത്തി പൂർത്തീകരിച്ച ശേഷം മടങ്ങി ദൈവത്തിലേക്ക് പോവുകയും ചെയ്യുമായിരുന്നു. എന്നാൽ പുതിയ നിയമ ചിന്ത അനുസരിച്ചിട്ട് നമ്മിൽ നിരന്തരമായി വസിക്കുന്ന സാന്നിധ്യമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ സഭയ്ക്ക് നൽകി. ഇന്ന് നാം വായിച്ചു കേട്ട സങ്കീർത്തന പ്രകാരം നാം ചിന്തിക്കുമ്പോൾ ആത്മവാഞ്ചയോടും ദാഹത്തോടും പ്രത്യാശയോടും കൂടി അപേക്ഷിച്ചാൽ ദൈവം അത് പകർന്നു നൽകപ്പെടും എന്ന് പഠിപ്പിക്കുന്നു. 42-ാം സങ്കീർത്തനത്തിന്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ വെള്ളത്തിനായി ദാഹിക്കുന്ന മാനിനെ പോലെ നമ്മുടെ ജീവൻ കൊണ്ടും ആത്മാവ് കൊണ്ടും ദാഹിച്ചാൽ നമ്മുടെ ആത്മദാഹത്തിന് ദൈവം പരിഹാരമായി പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലാക്കും എന്ന് നാം അറിയുന്നു. അടുത്തതായി കുറ്റബോധത്തിൽ നിന്ന് ഉടലെടുത്ത മാനസിക തകർച്ചയോടുകൂടി ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ, ദൈവമേ, നിർമ്മലമായ ഒരു ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായ ഒരു ആത്മാവിനെ എന്നിൽ പുതുക്കണമേ. നിന്റെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ. നിന്റെ ആത്മാവിനെ എന്നിൽ നെടുക്കുകയും അരുതേ എന്ന അനുഭവത്തിൽ അനുദപിക്കുകയും പ്രാർത്ഥിക്കുകയും കരയുകയും ചെയ്താൽ തീർച്ചയായും ഈ പരിശുദ്ധാത്മാവിന്റെ അനുഭവം നമുക്ക് പകർന്നു തരും. അടുത്തതായി കാത്തിരിക്കുകയും വിധേയപ്പെടുകയും ചെയ്യുക. ലൂക്കോസ് 24-ാം അധ്യായം 49-ാം വാക്യത്തിലും അപ്പോസ്തല പ്രവൃത്തി 1:8 ഇക്കാര്യം വ്യക്തമായി യേശുക്രിസ്തു പഠിപ്പിക്കുന്നു. കാത്തിരിക്കുക, വിധേയപ്പെടുക. ഇതെന്താണ് അർത്ഥമാകുന്നത്? ആരാധനയും പ്രാർത്ഥനയും സമർപ്പണവും. ഇതിലൂടെ ദൈവസന്നിധിയിൽ നാം പ്രാപിച്ചെടുക്കുന്ന ഒരു അനുഭവമാണ്
പരിശുദ്ധാത്മാവിൻ്റെ അനുഭവം. ലൂക്കോസ് 11-ാം അധ്യായത്തിന്റെ 13 വായിക്കുന്നത് പോലെ സ്വർഗസ്ഥനായ നമ്മുടെ പിതാവ് തങ്ങളോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് എത്ര അധികം കൊടുക്കുമെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ അനുഭവത്തിലാണല്ലോ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ ശിഷ്യന്മാര് കാത്തിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് ആത്മപ്രവാഹം നൽകി അനുഗ്രഹിച്ചത്. ഇതാണ് നാമും പ്രാപിക്കേണ്ടിയിരിക്കുന്നത്. ഇനി ഒരു കാര്യം നമുക്ക് തീരുമാനിക്കാം. ഈ ശക്തി നമുക്ക് വേണമോ വേണ്ടയോ? ഇതിന്റെ ആവശ്യമുണ്ടോ അതോ ഇതിന്റെ ആവശ്യമില്ലയോ? വചനം പഠിപ്പിക്കുന്നത് ഇത് ആവശ്യമാണ്. യേശു ശിഷ്യന്മാരെ പഠിപ്പിച്ചത് ഇത് നിങ്ങൾക്ക് നൽകും. ഈ ദൈവത്തിന്റെ ദാനം നമുക്ക് വേണമെങ്കിൽ നാം ദൈവത്തോട് അപേക്ഷിക്കുക, കാത്തിരിക്കുക, വചനത്തെ അനുസരിക്കുക. ദൈവം തന്റെ വചനങ്ങളാൽ നമ്മെ എല്ലാവരെയും ശക്തീകരിക്കട്ടെ. ആമേൻ. പ്രാർത്ഥിക്കാം. കർത്താവേ, അവിടുത്തെ വചനം ഞങ്ങൾ കേൾക്കുകയായിരുന്നു. സങ്കീർണമായ പ്രശ്നങ്ങളുള്ള ഈ ലോകത്തിൽ മാനുഷിക ജ്ഞാനം വ്യക്തതയില്ലാത്തതും തകർന്നുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ സ്വർഗീയമായ ജ്ഞാനം കൊണ്ട് ഞങ്ങൾ നിറയ്ക്കുകയും ആത്മാവിൻ്റെ ശക്തി കൊണ്ട് ഞങ്ങൾ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആരൊക്കെ ഈ വചനം കേട്ടോ കർത്താവരെല്ലാം രൂപാന്തരപ്പെടുവാൻ, വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ അങ്ങ് സഹായിക്കണമേ എന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ മുറിവുകളെ കെട്ടി ഞങ്ങളെ ആശ്വസിപ്പിക്കണമേ. ഞങ്ങളെ സഭയെ അങ്ങ് അനുഗ്രഹിക്കണമേ. സാന്നിധ്യത്താൽ നിറച്ചുകൊള്ളണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവന്റെ പുത്രനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. അവൻ പരിശുദ്ധാത്മാവിനാൽ കന്യമറിയിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിൽ കഷ്ടപ്പെട്ട് ക്രൂശിക്കപ്പെട്ടു മരിച്ചു അടക്കപ്പെട്ടു. അവൻ പാതാളത്തിലേക്ക് ഇറങ്ങി 3-ാം ദിവസം മരിച്ചുവെന്ന് പിന്നെയും ഉയർത്തെഴുന്നേറ്റു. അവൻ സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് അവൻ ജീവനുള്ളവരെയും മരിച്ചവരെയും ഞാൻ വിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്ക സഭയിലും വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപമോചനത്തിലും ശരീരത്തിന്റെ പുനരുത്ഥാനത്തിലും നിത്യജീവനും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. Shall we close our eyes for the intercessory prayer? Almighty and Heavenly Father, we thank you for the life you have given to us. We are unworthy to look up to you for prayer, but your matchless love and mercy are bestowed upon us for our spiritual growth. Lord, we are sinful in our words, thoughts and deeds, and we ask for your forgiveness. Please do not look down upon us with anger. We truly repent upon our sins and cast our eyes for your mercy. As the world today suffers with the COVID pandemic, we pray for your comfort and help to tackle this disease. We pray for all those people who are affected with this virus and whose life has come to a standstill. Spread your light on the efforts of medical professionals who are working for the breakthrough of finding a medicine, vaccination for the disease. Even the big nations are affected and are at unrest due to COVID. In this tough situation, we look upon you for help in stabilizing our life. We are desperate to come back to our normal life. We pray that your love and mercy overwhelm our fears. Thousands of people are forced to stay back at home and not able to return to work. People have lost jobs due to poor economic condition. People are depressed by the thought of losing job. In contrary to the Christian values of fellowship and togetherness, this disease has taken people's liberty, and a new norm of social distancing is being followed as a cure. Our life has been confined to our houses.
We pray that the life of the people in our country come back to normal, where we can worship you in your holy temple. We pray that our children are sent to school again. We pray that all offices resumes to normal. Lord, we also pray for the plight of all the laborers in this country and around the world. Daily survival has become a challenge due to the lockdown effect. They are not able to come back to their places of work or have been barred from their job. With all our hearts and minds, we pray that you show compassion to support and nurture their families. Also, please empower us to introspect the opportunities in our hand as individuals, as a Christian community, to help the needy, poor and destitute. Let us pray for our project, which is currently not progressing due to the impact of pandemic. We looked down upon you to find solutions for the roadblocks and challenges that engross our project. Lord, evil power cannot withstand your authority. We humbly pray that you encourage each one of us to continue to look upon you for guidance and steadfastness. We do not have anyone to look upon this uncertain world. We cannot predict what is going to happen today or tomorrow. We do not have control over anything, but as you guided the people of Israel to find their glorious endeavor, please help us to fulfill our project and stand beside us when there are myriads of dilemma and challenges. O Lord, you are our irreplaceable asset and determination, our hope of ages. Please do not leave us abandoned, but rather help us to take decisions which are mindful and favorable in your eyes. We pray that your presence guide us to accomplish the church project. Let us pray for our diocese, Karnataka diocese. We pray for all the office bearers who are dutifully updating us with the current situation and challenges that we are facing as a community. Lord, we pray for our bishop, our secretary, treasurer, and we pray for those presbyters who are dedicatedly motivating believers through virtual media, which includes Sunday worship, chain prayers, and counseling. We pray for our Achan and Kochama and all their efforts to reach out to all our members through YouTube worship service. Lord, we pray that our effort find favor in your eyes. Lord, whatever we do to glorify your name. Lord, we pray for our church and our members. We thank you for keeping all of us in your safe hands. We pray for all the church groups, the committee, the pastorate committee, building committee, women's fellowship, Sunday school, choir, youth fellowship. Although we are not seeing everyone face to face, but we are collectively praising you for your sympathy and love. We would also like to pray for the elder members in our church, Rajame Auntie, Merikuti Auntie, Angel Auntie. We continue to pray for Walter Uncle, Pati Auntie, Vijay Auntie, Nimmi Auntie's father, or Nimmu Auntie. Lord, we thank you for the promised protection, care, courage, and inspiration you have instilled upon each one of them and enable them to inspire us with their life's witness. Likewise, we pray for our children, bless them with your wisdom. We pray for our parents, grandparents. We pray for infants, keep them under your shield. We pray for mothers who are expecting their baby. Lord, what is unseen to us is visible to you. Lord, we pray that your grace be with them during the time of hospitalization. Lord, help us to lead a more meaningful and righteous life. We submit everything under your care into your hands, and we humbly ask this in the name of your Son, Jesus Christ. Amen. Almighty God, Father of all mercies, we thine unworthy servants do give thee most humble and hearty thanks for all thy goodness and loving kindness to us and to all men. We bless thee for our creation, preservation, and all the blessings of this life, but above all for thine inestimable love in the redemption of the world by our Lord Jesus Christ, for the means of grace and for the hope of glory. And we beseech thee, give us that due sense of all thy mercies,
that our hearts may be unfeignedly thankful, and that we show forth thy praise, not only with our lips, but in our lives, by giving up ourselves to thy service, and by walking before thee in holiness and righteousness all our days. Through Jesus Christ our Lord, to whom with thee and the Holy Spirit be all honor and glory, world without end. Amen. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശദീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുവിഷ്ടം സ്വർഗത്തെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരവും തരയണമേ. ഞങ്ങളെ കടക്കാർ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപകടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പരീക്ഷയെ കിടക്കാതെ സകല ദോഷം വിടിയിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന സമാധാനം നമ്മുടെ ഹൃദയങ്ങളെ ഇന്നലെയും ക്രിസ്തയേശുവിൽ കാക്കട്ടെ. ഇങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായുള്ള സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നമ്മുടെ ഇടയിലുണ്ടായി നാം എല്ലാവരോടും കാലാവസാനം കൂടാതെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. We